ഹലോ എവ്രിവൺ, ഞാൻ അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഭാര്യ പ്രസവശേഷം സ്വന്തം ഭർത്താവിന്റെ വീട്ടിലോട്ട് വരാത്തൊരു സിറ്റുവേഷൻ. കുറേ ആളുകൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് ഭാര്യ പ്രസവശേഷം വീട്ടിൽ വന്നില്ലെങ്കിൽ ഭർത്താവിന് എന്താണ് ചെയ്യാൻ പറ്റുക. ബേസിക്കലി നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹസ്ബൻഡുമായിട്ടും ഹസ്ബൻഡ് വീട്ടുകാരുമായിട്ട് തീരെ ചേരാൻ പറ്റാത്ത സിറ്റുവേഷൻ കാരണം വരാതിരിക്കുന്ന ഭാര്യമാർ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വൈഫിന്റെ വീട്ടുകാർ തന്നെ വൈഫിനെ ഹസ്ബൻഡ് വീട്ടിലോട്ട് വിടാത്തൊരു സിറ്റുവേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് അവരുടെ ഫാമിലീൻ്റെയാണ്, ഹസ്ബൻഡിൻ്റെയാണ്. പക്ഷെ പലപ്പോഴും പല ഹസ്ബൻഡ്സും അത് മറന്നു പോകും, അത് ചെയ്യാതെ ഇരിക്കും. ആ സിറ്റുവേഷനിൽ ഈ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഇതെല്ലാം മനസ്സിൽ കിടന്ന് കുഞ്ഞായതിനു ശേഷമാണ് പിന്നെ അവർക്ക് ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ കയറി ചെല്ലണോ എന്നുള്ളൊരു ടെൻഷൻ കാരണം പെൺകുട്ടി വീട്ടിൽ തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻ കാണാം. അതുപോലെ തന്നെ ഒരു പ്രസവം നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ വൈഫിൻ്റെ വീട്ടുകാരും ഉണ്ടാവും. അപ്പോൾ അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വരച്ചേർച്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വീട്ടുകാർക്കുള്ള ഈഗോ ഇഷ്യൂസ്, അതുപോലെ വൈഫിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഈഗോ ഇഷ്യൂസ്, ഇതെല്ലാം കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഹസ്ബൻഡും വൈഫും. രണ്ട് ഭാഗത്തു നിന്നും പ്രഷർ ഈ പറയുന്ന ഹസ്ബൻഡും വൈഫിനും രണ്ടുപേർക്കും ഉണ്ടാവും. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പലതും പറയും, എന്തുകൊണ്ട് അവളുടെ വീട്ടുകാർക്ക് ഇത് കേട്ടുകൂടാ. അതുപോലെ തന്നെ വൈഫിൻ്റെ വീട്ടുകാർ പറയും, എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടാ, കൊണ്ടുപോകാനുള്ള ഡേറ്റ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരു തീരുമാനമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വരച്ചേർച്ചകളാണ് ഉണ്ടാകുക. പലപ്പോഴും ഇതൊരു വാശിയുടെ കാര്യം തന്നെയാണ്. വാശിപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പല സംസാരം ഉണ്ടാകുകയും അത് പിന്നെ വലിയ വഴക്കിലോട്ട് പോകുന്ന സിറ്റുവേഷനും കണ്ടുവരാറുണ്ട്. ഈ കുട്ടിയായി കഴിയുമ്പോഴാണ് പലപ്പോഴും വൈഫോ അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടുകാരോ പറയാം, ഇനി ആ വീട്ടിലോട്ട് തിരിച്ചു വരില്ല, ഇനി തിരിച്ച് വരണമെങ്കിൽ വേറൊരു വീടെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് മാറണം, അതല്ലെങ്കിൽ കുഞ്ഞിനെ കാണണമെങ്കിൽ വൈഫിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം, അതല്ലെങ്കിൽ ആ സമയത്താണ് പല ഡിമാൻഡ്സും ഈ പറഞ്ഞ മാതിരി വൈഫോ വൈഫിൻ്റെ വീട്ടുകാരോ വെക്കുക. പിന്നെ പലപ്പോഴായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്, അതായത് ലേഡീസ് ഒരു പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ അനുഭവിക്കുന്നോ, ഹസ്ബൻഡ് എടുത്തുന്നോ ഹസ്ബൻഡ് വീട്ടുകാരുടെ എടുത്തുന്നോ, അതിനൊക്കെ ഈ പറയുന്ന ഒരു പകരം വീട്ടിൽ സംഭവിക്കുന്നത് കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷമാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ കരുതലോട് കൂടിയാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഇതിനിപ്പോൾ ഉള്ള ലീഗൽ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്, അതായത് വൈഫിൻ്റെ അടുത്ത് തിരിച്ചു വന്ന് താമസിക്കാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണേൽ നോട്ടീസ് അയക്കാം, അതുപോലെ തന്നെ കേസും ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെയുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ചൈൽഡ് കസ്റ്റഡിക്ക് അല്ലെങ്കിൽ വിസിറ്റേഷൻ റൈറ്റിന് വേണ്ടിയിട്ടും നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുക, ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ്. ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാൻ നേരത്ത് ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും ദേഷ്യം കൂടത്തേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരും ഒരുപാട് കേസുകൾ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ വീട്ടുകാർക്കെതിരെയും ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസ് വന്നേക്കാം, അതുപോലെ തന്നെ 498A വന്നേക്കാം, അതുപോലെ തന്നെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തേക്കാം, അതുപോലെ ഗോൾഡ് OP ഫയൽ ചെയ്തേക്കാം, മെയിൻ്റനൻസിൻ്റെ കേസ് വന്നേക്കാം. ഇങ്ങനെ വാലിൻ്റെ പുറകെ വാലായിട്ട് ഓരോ കേസുകൾ നിങ്ങൾക്കെതിരെ അവർ ഫയൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം ഈഗോൻ്റെ പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ പുറത്തും അതുപോലെ വാശിപ്പുറത്തുമാണ് ഇങ്ങനെ പല കേസുകളും അവർ ഫയൽ ചെയ്യുക. പക്ഷേ ഇത് കോംപ്ലിക്കേറ്റഡ് ആകുക എന്നല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ പേഴ്സണലി ഇത് പറഞ്ഞ് തീർക്കാനായിട്ട് നോക്കുക. കുഞ്ഞ് തീരെ ചെറുതായത് കാരണം തന്നെ നിങ്ങൾക്ക് കാണാനുള്ള ഒരു റൈറ്റ് മാത്രമേ കിട്ടുള്ളൂ. സ്വന്തം ഒരു ഫാദർ എന്നുള്ളൊരു അടുപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ തീരെ കഴിയില്ല. നിങ്ങൾ ഓടിച്ചാടി ഇങ്ങനെ കേസുകൾ ഫയൽ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിലുള്ള അകൽച്ച കൂട്ടുകയുള്ളൂ, അല്ലാണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. സോ ഒരു രീതിയിലും നിങ്ങളുടെ വൈഫ് സമ്മതിക്കില്ല, കൂടെ വരില്ല എന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള കേസുകൾ ഫയൽ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് തന്നെ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക.